ഇതാണ് നമ്മുടെ അയ്യന്തോളുള്ള റൂഹിലത്തെ മസ്താനി മന്തി. ഈ മോഹം മനസ്സിലായിട്ട് കുറച്ചായി. നേരെ റൂഹിയിലെത്തി വണ്ടിയും പാർക്ക് ചെയ്തപ്പോൾ ഈ ചേട്ടൻ അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ റൂഹിയുടെ പട്ടോക്കിൽ ചവിട്ടി കയറാനായിട്ട് കാണുന്നത്. നേരെ ഓടി കയറിയപ്പോൾ താഴത്തെ ഹൗസ്ഫുള്ള്. അപ്പൊ നേരെ പേരപ്പുറത്തേക്ക് കയറി, അവിടെ ഹൗസ്ഫുള്ള്. അപ്പൊ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, മദ്രസയിലേക്ക് കിടന്ന് കഴിക്കാൻ വെച്ച് പോയി. അപ്പോഴത്തേക്ക് ഈ ചേട്ടൻ മെനു ഓർഡർ നിന്നു. മെനു അടിമുടി നോക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലായി മസ്താനി ചേട്ടൻ മന്തി ഓർഡർ ചെയ്തിട്ടാ. 800 രൂപയുടെ അല്ല. മന്തി കഴിക്കാൻ വന്നവർക്ക് ഫ്രീ ചാർജ് കൊടുക്കണ 90 110 കുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 5 പേരുണ്ടെങ്കിൽ ഒരു ഫുൾ മന്തിയായിട്ട് പറഞ്ഞത്. ഇവനാണ് ഈ മന്തിക്കെതിരായി പണ്ടറക്കാലൻ. ഇവനൊന്ന് നോക്കി വെച്ചോ, ഇങ്ങനത്തെ ചങ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ആക്കണ്ട. എന്നാലും ഇത്രയും ചെറുപ്പക്കാരുടെ ഇടയിൽ മന്തി എതിർക്കുന്ന ഒരാളെ കാണാൻ പറ്റി തന്നെ ഭാഗ്യം. പിന്നെ നമ്മുടെ ബായ് ചേട്ടൻ നമുക്ക് പ്ലേറ്റ് കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ പിടിച്ചുട്ടാ. അപ്പൊ നമ്മുടെ ബാക്കി ഗൈസ് ആളെ കളിയാക്കേണ്ട രീതിയിൽ വട്ടോടിച്ച് കളിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുക, ഒരാളൊരു കാര്യം കാട്ടിന്ന് വെച്ചിട്ട്. എന്നാ പിന്നെ കുറച്ച് ചൂടുവെള്ളം അയക്കാന്ന് വെക്കുമ്പോഴത്തേക്കും വെള്ള പച്ച ചോപ്പ് സാധനങ്ങളൊക്കെ എത്തി. അപ്പൊ പിന്നെ എന്നെ അറിയുന്നുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞിട്ട് മണുകുണ സെന്റേന്ന് തൊട്ടാ വെട്ടിയാനെ പറഞ്ഞേ. പിന്നെ ഞാൻ തൊട്ട് നക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ ഫുഡ് ബ്ലോഗ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ആ അങ്കമട്ടൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ സാധനം വന്നു, മസ്താനി ചിക്കൻ. ഇലയിൽ പൊതിഞ്ഞ ചേർന്ന് ഏതാ വലിയ പീസ് അറിയാൻ പറ്റില്ലേ. ആദ്യം എടുത്തപ്പോ എനിക്ക് മനസ്സിലായത് ചെറുതാണ്. അപ്പൊ ഞാൻ അവിടെ വെച്ചു. അപ്പൊ വേറെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഇഡി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതന്നെ എടുത്ത് സമാധാനിക്കേണ്ടി വന്നു. ഇല തുറന്നപ്പോഴാണ് മസാലയിൽ മുങ്ങി കുളിച്ച് നമ്മുടെ ഇളം ചൂടോടുകൂടി തിന്നാറായിട്ട് നിൽക്കുന്ന നമ്മുടെ മസ്താനി മന്തി കൂട്ടേട്ടൻ ഒരു പീസ് കയറി ആ ചോറും ആ മയണൈസും കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ, സ്വർഗം. പിന്നെ ഫുഡ് ബ്ലോഗിൽ ഒഴിച്ചുകൂടാനാവാത്ത അടുത്ത ഡയലോഗാണ് ഈ സ്വർഗം എന്നുള്ളത് കേട്ടാ. പിന്നെ ഈ മന്തി കഴിക്കാത്ത പന്നീനോടൊന്നും ഉപകാരമായി വിളമ്പി തരുന്ന ഒരാളെ വെറുതെ നിങ്ങളെ കൊതിപ്പിക്കാനുള്ള ഒരു ക്ലോസ് അപ്പ് ഷോട്ട് അത്രമാത്രം. ആദ്യമായിട്ട് ഈ പച്ച സാധനമൊക്കെ ഒരാൾ എടുക്കണതാണ്. നമ്മുടെ പള്ളിയിൽ അച്ഛനാ ചോദിച്ച കാരണം വട്ടത്തിലും ചതുരത്തിലും കുരിശിന്റെ ആകൃതിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറ്റ ലൈം ജ്യൂസ് പറയാൻ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും തുള്ളീസ് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരുമുണ്ടെങ്കിൽ ലൈം ജ്യൂസിന്റെ മുകളിലും കിടക്കാന്ന്. പിന്നെ ഇതാണ് ഞങ്ങൾ കഴിക്കണതിന്റെ CCTV ദൃശ്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ ഒരു അംഗമായിട്ട് കണ്ടിട്ട് ആ ബായിച്ചേട്ടൻ ഓടി വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റൈഡ് ചോദിച്ചുട്ടാ. അപ്പൊ ഞാനത് ആൾക്ക് അടിച്ചു കൊടുത്തു. ആളത് കൂട്ടത്തോടെ പോയി കണ്ടിട്ട് വന്നിട്ട് ചോദിക്കാ, ക്യാ വരാതെന്ന്. നമ്മുടെ വികാരച്ചന്റെ പ്ലേറ്റ് എടുത്തത് എന്ത് 0 ഇട്ട് കളിച്ച കയ്യില് ഇരുന്ന് നിന്നും അടുത്തപ്പോ പിന്നെ കിടന്നു തുടങ്ങി. എല്ലാവരും ഇര വിഴുങ്ങിയ പോലെ കിടക്കണുണ്ട് അവരുടെ മുക്കില്. എല്ലാറ്റിനും ഫോട്ടോ എടുക്കാൻ വിളിച്ചു വരുത്തി വീഡിയോ എടുത്ത് ഞാൻ പറ്റിച്ചു. ഈ 2 ലിറ്റർ കോളൊക്കെ ഷഡ്ഡയെന്ന് പറഞ്ഞ് കഴിയേണ്ട സാധനം. അത് എന്താ കഴിയാത്തേന്ന് ചോദിച്ചപ്പോൾ അവരോട് സത്യം ഞാൻ തുറന്നു പറഞ്ഞു, വി ആർ ടേണിംഗ് ടു തന്ത വൈബ് എന്ന്. എന്നിട്ട് അവിടുന്ന് ബില്ലും കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് എന്റെ ചാർജ് കഴിഞ്ഞത്. അപ്പൊ 2 ബാറ്ററി മേടിച്ച് ചാർജ് ഇട്ട് ആറന്മുള്ളി പോയി അവിടെ ഇടി വെട്ടി. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ വീട്ടിൽ വിട്ടപ്പോ എന്ത് വെട്ടിത്തുള്ള ബായി.